ബി.ജെ.പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഭരണത്തിലിരിക്കുമ്പോൾ കേന്ദ്രം തമിഴ്നാടിനെ ശ്രദ്ധിച്ചില്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കള്ളപ്രചാരണം നടത്തുന്നു. തമിഴ് മക്കൾ വിഡ്ഢികളല്ല, കള്ളവും വാട്സപ്പ് കഥകളുമാണ് ബി.ജെ.പിയുടെ ജീവശ്വാസമെന്നും എം.കെ. സ്റ്റാലിൻ പരിഹസിച്ചു. വിവരങ്ങളുമായി ചേരുന്നത് മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന്. മനേഷെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി.ജെ.പിയുടെ പ്രചാരണങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? കൃഷ്ണ കോയമ്പത്തൂരിൽ നടത്തിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് എം.കെ. സ്റ്റാലിൻ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ മാത്രമല്ല, അണ്ണാ-ഡി.എം.കെക്കെതിരെ സംസ്ഥാനം ഭരിച്ചിരുന്ന അണ്ണാ-ഡി.എം.കെക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എം.കെ. സ്റ്റാലിൻ. പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ 10 വർഷം, അതായത് കേന്ദ്രം ബി.ജെ.പി എൻ.ഡി.എ ഭരിച്ചിരുന്ന 10 വർഷവും തമിഴ്നാടിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു എന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും തമിഴ്നാടിന് വേണ്ടി, തമിഴ്നാടിൻ്റെ ഗുണകരമായ നടത്തിപ്പിന് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് 10 ദിവസം മുൻപ് തമിഴ്നാട്ടിൽ വന്ന് മുൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കള്ളക്കഥകളാണ് കേന്ദ്ര സർക്കാർ പ്രചരിപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കള്ളവും വാട്സപ്പ് കഥകളും മാത്രമാണ് ബി.ജെ.പിയുടെ ജീവശ്വാസം. അത് വിശ്വസിക്കുന്നവരാണ് പലരും. പക്ഷേ അത് തമിഴ് മക്കളെ അത്തരത്തിൽ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. തമിഴ്നാടിനെ നശിപ്പിച്ച എ.ഡി.എം.കെയും അതുപോലെ തന്നെ ബി.ജെ.പിയും തമ്മിൽ രഹസ്യധാരണയുണ്ട്. നമുക്കറിയാം, എൻ.ഡി.എ സഖ്യത്തിൽ നിന്ന് അണ്ണാ-ഡി.എം.കെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പിന്മാറിയിരുന്നു. പക്ഷേ അവർ തമ്മിൽ ഇപ്പോഴും രഹസ്യധാരണയുണ്ട് എന്നുള്ള ഒരു ആരോപണവും എന്തായാലും സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആ രീതിയിൽ വലിയ തോതിലുള്ള ഒരു വിമർശനമാണ്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശനം എല്ലാ മാസങ്ങളിലും എന്ന പോലെ സന്ദർശനം നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ദിവസവും തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള വലിയ തോതിലുള്ള വിമർശനമാണ് എന്തായാലും എം.കെ. സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തിയാണ്.